നിങ്ങളുടെ വീടിന്റെ വാഷ്റൂമുകൾ ഇനി ഗ്ലാമർ റൂമുകളാക്കാം സെറ സ്റ്റൈൽ ഗാലറിയിലൂടെ. സെറ സ്റ്റൈൽ ഗാലറി നിയർ കോപ്പറേറ്റീവ് കോളേജ്, മഞ്ചേരി. മഞ്ചേരിയിൽ റീജിയണൽ ട്രാൻസ്പോർട്ട് അതോറിറ്റിയുടെ തീരുമാനപ്രകാരം നടപ്പിലാക്കിയ ഗതാഗത പരിഷ്കാരത്തിന് തുടക്കമായി. ഗതാഗത പരിഷ്കാരം സംബന്ധിച്ച് യാത്രക്കാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. ട്രയൽ റൺ പാളിയോ വിജയിച്ചോ എന്ന് കണ്ടറിയണം. 2024 ഫെബ്രുവരിയിൽ മഞ്ചേരി നഗരത്തിൽ ഗതാഗത പരിഷ്കാരം നടപ്പിലാക്കാൻ നഗരസഭ തീരുമാനിച്ചിരുന്നു. ഇതിനെതിരെ സ്വകാര്യ ബസ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചു. ഉചിതമായി തീരുമാനമെടുക്കാൻ ഹൈക്കോടതി RTA നിർദ്ദേശിച്ചു. ഇതോടെയാണ് RTA യോഗം ചേർന്ന് പുതിയ പരിഷ്കാരം നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. ഇന്നും നാളെയും പരീക്ഷണാടിസ്ഥാനത്തിലാണ് പരിഷ്കാരം നടപ്പിലാക്കുന്നത്. ട്രയൽ റൺ സംബന്ധിച്ച അവലോകനത്തിന് ശേഷം പോലീസ്, മോട്ടോർ വാഹന വകുപ്പ്, നഗരസഭ എന്നിവർ ചേർന്ന് സംയുക്ത പരിശോധന നടത്തി തുടർ നടപടികൾ സ്വീകരിക്കും. ഗതാഗത പരിഷ്കാരം സംബന്ധിച്ച് യാത്രക്കാർക്കിടയിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത്. പരിഷ്കാരം നഗരത്തിലെ ഗതാഗത കുരുക്ക് വർദ്ധിപ്പിച്ചെന്ന അഭിപ്രായമുള്ളവരും ട്രയൽ റൺ വിജയിപ്പിച്ച് നഗരത്തിലെ ഗതാഗത കുരുക്ക് കുറയ്ക്കാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്നവരുമുണ്ട്. ട്രയൽ റണ്ണിന് ശേഷം പ്രവൃത്തി ദിവസങ്ങളിൽ മഞ്ചേരി നഗരത്തിൽ തിരക്ക് കൂടുമോ കുറയുമോ എന്ന് കണ്ടറിയാം. മഞ്ചേരി നഗരത്തിലൂടെ കടന്നുപോകുന്ന മുഴുവൻ ബസ്സുകളും സെൻട്രൽ ജംഗ്ഷനിലൂടെ നഗരത്തിലെത്തുന്ന തരത്തിലാണ് പുതിയ പരിഷ്കാരം. ഇതിനു പുറമെ പ്രധാന റോഡുകളിൽ വൺ വേ സംവിധാനവും ഏർപ്പെടുത്തി. മലപ്പുറം റോഡിൽ കച്ചേരിപ്പടി മുതൽ സെൻട്രൽ ജംഗ്ഷൻ വരെ വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കാതെ വൺ വേ സംവിധാനം ഏർപ്പെടുത്തി. സെൻട്രൽ ജംഗ്ഷൻ മുതൽ ജസീല ജംഗ്ഷൻ വരെയും വൺ വേ സംവിധാനം ഏർപ്പെടുത്തി. ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ് റോഡ് വൺ വേ ആയിരിക്കും. മലപ്പുറം ഭാഗത്ത് നിന്ന് വരുന്ന ചെറിയ വാഹനങ്ങൾക്ക് കോടതി, പോലീസ് സ്റ്റേഷൻ, മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്ക് പോകാൻ ഈ വഴി ചമയം ജംഗ്ഷൻ വരെ വൺ വേ സംവിധാനമാണ്. പാണ്ടിക്കാട് ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് CH ബൈപ്പാസിലേക്ക് പ്രവേശനമില്ല. തുറക്കൽ ജംഗ്ഷൻ മുതൽ സെൻട്രൽ ജംഗ്ഷൻ വരെ വൺ വേ ആക്കി. വൺ വേ റോഡുകളിൽ അനധികൃത പാർക്കിങ്ങിനെതിരെ കർശന നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, മഞ്ചേരി.